ഹലോ ഓൾ, വെൽക്കം ടു എക്സാം വൈ മിഷൻ ഒളിമ്പ്യാഡ്. ഓക്കെ, ഒളിമ്പ്യാഡ്സ് എക്സാംസിന് ചോദിക്കുന്ന ചോദ്യങ്ങളും അതുപോലെ അത്തരം തിയറീസും സ്ഥിരമായി ചോദിക്കുന്ന ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു ചോദ്യം നമുക്ക് ചെയ്തു തുടങ്ങാം. ബയോളജി ഭാഗത്തു നിന്നുള്ള 8ാം ക്ലാസ്സിലുള്ള ഒരു ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മാമൽ? മാമൽ അല്ലാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻസ് ഇതാണ്: ഹ്യൂമൻ, ലയൺ, ക്രോക്കഡൈൽ, ഡോൾഫിൻ. ചില ആളുകൾക്കൊക്കെ ഓൾറെഡി ഇതൊക്കെ ക്ലാസിഫിക്കേഷൻ ഒക്കെ അറിയുന്ന ആളുകൾക്ക് ഓൾറെഡി ആൻസർ ഒക്കെ അറിയുന്നുണ്ടാവും. എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് എന്താണ് മാമൽസ്, എന്താണ് ഈ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. മാമൽസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അല്ലെ. മാമൽസിന്റെ പൊതുവായിട്ടുള്ള എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ പറയുന്നതാണ് വെയില്, റാറ്റ്, ബാറ്റ്, നമ്മൾ അല്ലെ, ഹ്യൂമൻ ബീങ്സ്, കാറ്റ് ഒക്കെ അതിനുള്ള സ്ഥിരം എക്സാമ്പിൾസ് ആണ്. ഓക്കെ, മാമൽസ് ആർ വാം ബ്ലഡഡ് ആനിമൽസ് വിത്ത് 4 ചേംബേർഡ് ഹാർട്ട് അല്ലെ. വാം ബ്ലഡഡ് ആയിട്ടുള്ള ആനിമൽസ് ആണ് വിത്ത് 4 ചേംബേർഡ് ഹാർട്ട്. 4 ചേംബർ ഉള്ള ഹാർട്ടാണ് മാമൽസിന് ഉണ്ടാവുക. ദേ ഹാവ് മാമറി ഗ്ലാൻസ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക് ടു നറിഷ് ദെയർ യങ്. അതായത് ചെറിയ കുട്ടികൾക്ക് ആ മാമൽസിന്റെ കുട്ടികൾക്ക് പാല് കൊടുക്കാൻ വേണ്ടിയുള്ള മാമറി ഗ്ലാൻസ് അതിൽ പ്രസന്റ് ആയിരിക്കും. ആ പേര് കൊണ്ടാണ് ആ മാമൽസ് എന്നുള്ള പേര് തന്നെ വരാൻ കാരണം അല്ലെ. ദർ സ്കിൻ ഹാവ് ഹെയർസ് ആസ് വെൽ ആസ് സ്വെറ്റ് ആൻഡ് ഓയിൽ ഗ്ലാൻസ്. സ്വെറ്റും ഓയിൽ ഗ്ലാൻസും ഒക്കെ ഉണ്ടാവും അവരുടെ സ്കിന്നിൽ ഉണ്ടാകും. മോസ്റ്റ് മാമൽസ് ഫെമിലിയർ ടു അസ് പ്രൊഡ്യൂസ് ലൈവ് യങ് വൺസ്. അതായത് ചെറിയ കുട്ടികളെ പ്രസവിക്കുന്നതായിരിക്കും കൂടുതലായിട്ടും അല്ലെ, ചില എക്സെപ്ഷൻസ് ഒഴികെ. ഹൗവർ ഫ്യൂ ഓഫ് ദം ലൈക്ക് പ്ലാറ്റിപ്പസ് ആൻഡ് എക്കിഡ്ന ലേ എഗ്സ്. പ്ലാറ്റിപ്പസ്, എക്കിഡ്ന, ഇത് ചില സ്കോളർഷിപ്പ് എക്സാംസിനൊക്കെ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഏത് മാമലാണ് എഗ് ലേയിങ് മാമൽ എന്ന് പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. പൊതുവേ മാമൽസ് പ്രസവിക്കുകയാണ് ചെയ്യുക. പക്ഷേ പ്ലാറ്റിപ്പസും എക്കിഡ്നയൊക്കെ എന്ത് ചെയ്യും, പിന്നെ എഗ്സ്, അതായത് മുട്ടയിടുകയാണ് ചെയ്യുക. അപ്പം പ്ലാറ്റിപ്പസ്, എക്കിഡ്ന ഈ 2 പേരുകൾ നിർബന്ധമായും നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു. ഇങ്ങനെയുള്ള ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായും പ്ലാറ്റിപ്പസ്, എക്കിഡ്ന എന്ന് പറയുന്ന 2 പേരുകൾ എഗ് ലേയിങ് മാമൽസ് ആയിട്ട് നമ്മൾ പഠിക്കണം. ഓക്കെ, അതുപോലെ തന്നെ സം ലൈക്ക് കങ്കാരൂസ് ഗിവ് ബർത്ത് ടു വെരി പ്യൂർലി പോളി ഡെവലപ്പ് യങ് വൺസ്. വളരെ പോളി ഡെവലപ്ഡ് ആയിട്ടുള്ള യങ് വൺസിനാണ് പിന്നെ കങ്കാരൂസ് ഒക്കെ പിന്നെ പ്രസവിക്കുക. അതെന്ത് ചെയ്യും, അതിൻ്റെ ആ ഒരു പൗച്ചിൽ അതിനെ വീണ്ടും പിന്നെ കൊണ്ട് നടക്കുകയും അതിനുശേഷം ആണ് അത് പുറത്തേക്ക് വരുന്നത് അല്ലേ. അത് നമുക്ക് അറിയാം. അപ്പോൾ അതാണ് മാമൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നേരത്തെ കൊടുത്തിട്ടുള്ള അതിൻ്റെ ആൻസർ നമുക്ക് ഓൾറെഡി കിട്ടുന്നുണ്ടാവും. ഹ്യൂമൻ, ലയൺ, ഡോൾഫിൻ ഒക്കെ മാമൽസ് ആണ്. ക്രോക്കഡൈൽ എന്ന് പറയുന്നത് മാമൽ അല്ല. പിന്നെ എന്താണ് ക്രോക്കഡൈൽ, അതുകൂടി നമുക്കൊന്നും ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം അല്ലെ. ക്രോക്കഡൈൽ ബിലോങ്സ് ടു ദ ക്ലാസ് റെപ്റ്റീലിയ. റെപ്റ്റൈൽ ഗ്രൂപ്പിൽ പെട്ടതാണ് ക്രോക്കഡൈൽ എന്ന് പറയുന്നത്. റെപ്റ്റീലിയ ഈസ് എ ക്ലാസ് ഓഫ് കോൾഡ് ബ്ലഡഡ് വേർട്ടിബ്രേറ്റ്സ്. വേർട്ടിബ്രേറ്റ് തന്നെയാണ്, പക്ഷെ അത് കോൾഡ് ബ്ലഡഡ് ആണ്. മാമൽസ് നമ്മൾ പറഞ്ഞത് എന്താണ്, വാം ബ്ലഡഡ് ആണ്. ദാറ്റ് ഇൻക്ലൂഡ്സ് വേരിയസ് റെപ്റ്റൈൽസ് സച്ച് ആസ് ക്രോക്കഡൈൽസ്, സ്നേക്സ്, ലിസാർഡ്, ടേർട്ടിൽസ് ആൻഡ് ടോട്ടോയ്സ്. ഇതൊക്കെ അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ്. ഇതാണ് റെപ്റ്റൈൽസ് അല്ലെ. ടേർട്ടിൽ, കാംലിയോൺ, അതുപോലെ തന്നെ പിന്നെ സ്നേക്സ്, അതുപോലെ തന്നെ ലിസാർഡ്സ് ഒക്കെ അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് റെപ്റ്റൈൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ദീസ് ആനിമൽസ് ആർ കോൾഡ് ബ്ലഡഡ്, ഹാവ് സ്കെയിൽസ്. അതിന്റെ പുറത്തുനിന്നുണ്ടാവും സ്കെയിൽസ് കാണാൻ സാധിക്കും. ബ്രീത്ത് ത്രൂ ലങ്സ് വഴി തന്നെയാണ് അത് ബ്രീത്ത് ചെയ്യുക. വൈൽ മോസ്റ്റ് ഓഫ് ദം ഹാവ് 3 ചേംബേർഡ് ഹാർട്ട്. അതിൽ മിക്കതിനും 3 ചേംബേർഡ് ഹാർട്ടാണ് ഉണ്ടാവുക. പക്ഷേ ക്രോക്കഡൈൽ ഹാവ് 4 ചേംബേർഡ് ഹാർട്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയും ചോദ്യങ്ങൾ വരാം. 4 ചേംബേർഡ് ആയിട്ടുള്ള റെപ്റ്റൈൽ ഏതാണ്? നേരത്തെ നമ്മൾ എഗ് ലേയിങ് മാമൽ പഠിച്ചതുപോലെ എക്സെപ്ഷൻ വന്നിട്ട് വെച്ചിട്ട് പലപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പം 4 ചേംബേർഡ് ഹാർട്ടുള്ള റെപ്റ്റൈൽ ഏതാണ്? അതേതാണ്? നമ്മുടെ ക്രോക്കഡൈലാണ്. മുതലയാണ് എന്നുള്ളത് 4 ചേംബേർഡുള്ള. ബാക്കിയുള്ളതിന് പൊതുവെ 3 ചേംബേർഡ് ഹാർട്ടാണ് കാണുന്നത്. ദേ ലേ എഗ്സ്. അത് പൊതുവെ എഗ് ലേയിങ് ആണ് റെപ്റ്റൈൽസ് എന്ന് പറയുന്നത്. വൈൽ വിത്ത് ടഫ് കവറിങ് ആൻഡ് ഡു നോട്ട് നീഡ് ടു ലേ ദെയർ എഗ്സ് ഇൻ വാട്ടർ അൺലൈക്ക് ആംഫിബിയൻസ്. ആംഫിബിയൻസിനാണെങ്കിൽ അത് വെള്ളത്തിൽ തന്നെ മുട്ടണം, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. സ്നേക്ക്, ടേർട്ടിൽസ്, ലിസാർഡ്, ക്രോക്കഡൈൽ ഫാൾ ഇൻ ദിസ് കാറ്റഗറി. അപ്പോൾ ഈ നിലക്ക് മാമൽസ്, റെപ്റ്റൈൽസ് എന്നുള്ളതൊക്കെ പൊതുവെ അതിന്റെ എക്സെപ്ഷൻസും നമ്മൾ നേരത്തെ പറഞ്ഞ എക്കിഡ്ന, അതുപോലെ തന്നെ പ്ലാറ്റിപ്പസ്, എഗ് ലേയിങ് മാമൽസ്, അതുപോലെ തന്നെ 4 ചേംബേർഡ് ഹാർട്ടുള്ള റെപ്റ്റൈൽസ്. അത് ഇനി ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ടും ചോദിക്കാം, റെപ്റ്റൈൽസിന് പൊതുവെ എത്ര ചേംബേർഡ് ഹാർട്ടാണ് ഉണ്ടാവുക, മാമൽസിന് പൊതുവെ എത്ര ചേംബേർഡ് ഹാർട്ടാണ് ഉണ്ടാവുക, മാമൽസ് പൊതുവെ എന്താ ചെയ്യുക, എഗ് ലേയിങ് ആണോ അല്ല ഗിവിങ് ബർത്ത് ടു ലവ് വൺസ് ആണോ എന്നുള്ളതൊക്കെ അങ്ങനെയൊക്കെയും ചോദിക്കാം. ഡയറക്റ്റും ചോദിക്കാം, ഈ എക്സെപ്ഷൻസ് വെച്ചിട്ടും ചോദിക്കാം. ഇങ്ങനെ ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു ക്ലാസിഫിക്കേഷൻസ് ക്ലിയർ ആയി മനസ്സിലാക്കാൻ ശ്രമിക്കുക.